മിസ്റ്റർ റോയ്ക്ക് ഇപ്പോൾ താങ്കളൊരു ഫിനാൻഷ്യൽ പ്ലാനറാണല്ലോ, എങ്ങനെയുണ്ട് ഇപ്പം ഇദ്ദേഹം? അനൂപ് ബുദ്ധിമാൻ 3 ഹോട്ടലൊക്കെ തുടങ്ങി അത്യാവശ്യം കുഴപ്പമില്ല പോയിക്കൊണ്ടിരിക്കുക. സാറേ ഇവർക്ക് ഇതിനോടൊക്കെ ഒരു പെട്ടെന്നൊരു പണം വരികയാണല്ലോ, അപ്രതീക്ഷിതമായ ഒരു പണം വരിക. പലർക്കും ഭയങ്കര എക്സൈറ്റഡ് ആയി പോകും. അപ്പൊ എന്ത് ചെയ്യണമെന്നൊന്നും അറിയാൻ പറ്റില്ല അവർക്ക്. പലപ്പോഴും ഇവർ അനൂപ് ശ്രദ്ധിച്ചില്ല. അനൂപ് അത് വളരെ ആലോചിച്ചിരുന്ന് ഫിക്സഡ് ഡെപ്പോസിറ്റ് കൊണ്ടിട്ടല്ലേ, FD-ൽ കൊണ്ടിട്ട് അതിന്റെ മേളിൽ അടയിരുന്ന് 2 വർഷം ആലോചിച്ച് ഇൻട്രസ്റ്റ് എടുത്താണ് ചെയ്തത്. 2 വർഷക്കാലം അദ്ദേഹം ബാങ്കിൽ ഇട്ടുകൊണ്ടിരുന്നു. പക്ഷെ നമ്മൾക്കത് അതിനു മുമ്പ് നമ്മളൊന്ന് കൺസൾട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ഭംഗിയായ രീതിയിൽ നമുക്ക് അദ്ദേഹത്തിന് പ്രോഫിറ്റ് കൊടുക്കാമായിരുന്നു. ഫീ തരണ്ടേ? അപ്പോ ഞങ്ങൾക്ക് ഫീ ഒന്നും തരില്ല, ഞങ്ങൾ ഫ്രീ ആണ്. ഞങ്ങൾ ചെയ്യുന്നത് വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യാന്നുള്ളതാണ്. അവരുടെ ജീവിതം സുരക്ഷിതമാക്കുക. അല്ലെ, ലോട്ടറി ഡിപ്പാർട്ട്മെന്റിന് നേരിട്ട് എല്ലാ സർവീസുകളും കൊടുക്കുന്നുണ്ടല്ലോ. അവരെങ്ങനെ വേണം കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. പരിഭ്രാന്തി പിടിച്ച് പണം കൊണ്ടിടരുത്. അവര് പറയുന്നത് ഒരു സേഫ് സോണിൽ തന്നെ ഒരു ചില നിഷ്ഠകൾ പറഞ്ഞിരിക്കാം. അതിനപ്പുറത്ത് കുറെ നിഷ്ഠാവ സാധ്യതകളൊക്കെ ഉണ്ട്, സുരക്ഷിതമായ കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മളെ ഇവര് നമ്മളൊന്നും പെട്ടെന്ന് മുട്ടിക്കില്ല. കാരണം ഇവരെ വീട്ടുകാർ നമ്മളിങ്ങനെ ഇവരെ ഒരു കസ്റ്റഡി വെച്ചിരിക്കുകയായിരിക്കും. അപ്പൊ നമ്മളൊന്ന് എൻട്രി പോയിട്ട് നമുക്ക് തരത്തില്ല ഇവര്. അപ്പൊ നമ്മളായിട്ട് ഒരു 1-to-1 ഡിസ്കഷൻ നടത്തി കഴിഞ്ഞാൽ ഇവരുടെ നിക്ഷേപത്തിന് കുറച്ചുകൂടെ മൂല്യം കിട്ടാനും ഇവരുടെ ജീവിതം പലരെയും ജീവിതം സുരക്ഷിതമാക്കുന്നൊക്കെ പറ്റും. ഈ ആളോണേഴ്സിന് ഇത്രയും പൈസ വരുമ്പോഴേ ബന്ധുക്കളൊക്കെ കാര്യം കെട്ടിപ്പിടിക്കും. അതെ അതെ അതെ. അപ്പൊ കണ്ട മിണ്ടാത്തവരൊക്കെ വരും. അല്ലെ അനുവേ, അങ്ങനെ ഉണ്ടായിരുന്നു? അതെ, നമ്മളൊരു മന്ത്ലി ഒരു റവന്യൂ നമുക്ക് ഇപ്പോഴോ അല്ലെങ്കിൽ പിന്നീട് സമയത്ത് എപ്പോഴും ആവശ്യമുള്ള രീതിയിലുള്ള ഒരു ഫണ്ട് നമ്മൾ ആദ്യമേ ഒന്ന് മാറ്റി വെക്കണം, ഒരു പ്ലാൻ ചെയ്യണം. എനിക്കൊരു മന്ത്ലി 50,000 അല്ലെങ്കിൽ 1,00,000 രൂപ ഭാവി കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ഫണ്ട്, അത് ഒരു സ്ഥലത്താവണമെന്നില്ല, അത് ഒരു പല രീതിയിലായിട്ട് നമ്മൾ ചെയ്യണം. അപ്പൊ എന്ന് വെച്ചാൽ ഇവർക്ക് നാളെ നാളെ ഈ വരുമാനം ഉണ്ടെങ്കിൽ പ്രശ്നം തീർന്നു. പക്ഷെ ഇതെല്ലാം കൊണ്ട് മിക്കവരും കൊണ്ട് ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ലാൻഡിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറയും. ഈ ലാൻഡിലെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ അറിയാം ലിക്വിഡിറ്റി ഇല്ല, റിട്ടേണൊന്നും വരത്തില്ല, എടുക്കാൻ പറ്റത്തില്ല, വിൽക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ കടമുറി വാങ്ങിച്ചിടുക. ഇങ്ങനെയുള്ള ഉപദേശങ്ങളാണ് കൊടുക്കുന്നത്. പൊതുവെ ഇതൊക്കെയാണല്ലോ വരുന്നത്. അങ്ങയുടെ ഏറ്റവും വലിയ ഉപദേശം എന്താ? ഇപ്പൊ അനൂപ് അങ്ങയുടെ ഉപദേശത്തിന് വന്നു FD ഇടുന്നതിന് മുമ്പ്. അങ്ങ് എന്ത് ഉപദേശിക്കും? FD ആണോ നല്ല ബെറ്റർ വഴി? ഞാൻ പറയും സാറേ, ഞാൻ പറയുന്നത് വെച്ചാല് നമ്മളിപ്പോ അദ്ദേഹത്തിന് 50,000 രൂപ ഒരു മന്ത്ലി ഇൻകം വേണമെന്ന ഒരു എക്സ്പെക്ടേഷൻ കേട്ടോ. ഞാൻ പറയണമെങ്കിൽ അദ്ദേഹത്തിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു മാസം 1,00,000 രൂപ ഒരു വരുമാനം കിട്ടത്തേക്കുള്ള പദ്ധതി അത് ഉണ്ടാക്കണം. അതിന് നമുക്ക് ഇപ്പൊ ഞങ്ങൾ ഇപ്പോഴത്തെ കറന്റ് മാർക്കറ്റില്, ഇന്നത്തെ മാർക്കറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള സ്കീമുകൾ അദ്ദേഹത്തെ ജീവിതകാലം ഇപ്പോഴും കിട്ടാൻ, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കോ കിട്ടത്തക്ക രീതിയിൽ മുഴുവൻ സമയവും കിട്ടത്തക്ക രീതിയിൽ, നാളെ പലിശ കുറയാൻ സാധ്യതയുണ്ട്. പക്ഷെ ഈ റേറ്റ് ലൈഫ് ടൈം കിട്ടാനും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കാലശേഷം ഈ പണം നോമിനിക്ക് കൊടുക്കാനുള്ള സംവിധാനം മാർക്കറ്റിലുണ്ട്. അത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഗ്യാരണ്ടി ഉണ്ട്, ഡബിൾ ഗ്യാരണ്ടി ഉള്ള പ്രൊഡക്റ്റ് നമ്മുടെ ഉണ്ട്. അതിനിടയ്ക്ക് വലതുവശത്തിരിക്കുന്ന മെമ്പർ അദ്ദേഹം കുറച്ചുകൂടി സൽക്കർമ്മമാണ് ചെയ്തത്. അതെ അതെ. ദേവി ക്ഷേത്രത്തിൽ പോയി ഉള്ള കാര്യം അവിടെ പറഞ്ഞു, ദേവി പ്രസാദിച്ചു. അപ്പൊ അദ്ദേഹം ജനങ്ങളുടെ ഒരു ഇതാ നോക്കിയത്, ക്ഷേമം. അനുവിന് കൊതിയായി, എന്തുകൊണ്ട് ഒരു 50 പേരെ സഹായിക്കാൻ പറ്റിയില്ല എന്ന്. അല്ല സാറേ, അല്ല സാറേ, അത് സാറേ നമ്മുടെ ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ ഭാഗം സേഫ് ആക്കിയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അല്ലാണ്ട് അത് സേഫാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലാത്തവന്റെ വേദന അദ്ദേഹത്തിന് മനസ്സിലായി. അല്ല, അത് അങ്ങനല്ലേ ചെയ്തത് നന്മയാണ് സാറേ, നന്മയാണ്. പക്ഷെ ആദ്യമേ ചെയ്തത് അദ്ദേഹത്തിന്റെ ഒരു ഭാവി സുരക്ഷിതമാക്കുക, എല്ലാവരും ചെയ്യേണ്ട അതാണ്. പിന്നെ രണ്ടാമത് സാറേ, നമുക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വളരെ സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ അഡ്വൈസിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിക്ഷേപത്തിന് ഒരു മൂല്യവർദ്ധനവും മന്ത്ലി റവന്യൂ കിട്ടത്ത സ്കീമൊക്കെ നമ്മുടെ ഉണ്ട്. ഞങ്ങളായിട്ട് 1-to-1 ഇരുന്നാലേ ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നിങ്ങളെ പേടിയാ, നിങ്ങളെ ഉപദേശിച്ച് കുഴപ്പമാക്കുമെന്ന് അവരുടെ പേടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.